നമസ്കാരം, എല്ലാവർക്കും ദത്ത കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ത്യയുടെ ജോഗ്രഫി 10ാം ക്ലാസ്സിലെ പകുതി വരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് അല്ലെങ്കിൽ പറഞ്ഞു തുടങ്ങിയത് ഇന്ത്യയുടെ സ്ഥാനം പറഞ്ഞു, ഇന്ത്യ ഒരു ഉപദ്വീപ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗത്തെ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു ഉത്തര പർവ്വത മേഖല എന്ന് തരംതിരിക്കുന്നു. അക്കൂട്ടത്തിൽ തന്നെ പാമീർ പീഠഭൂമിയെ പറ്റിയിട്ട് പറഞ്ഞു. ഉത്തരപർവ്വത മേഖലയെ പ്രധാനമായിട്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു: ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്ന്. അത് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോയി. അതിനുശേഷം ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്ന് പറയുന്ന ഹിമാലയത്തിന്റെ സബായിട്ട് വരുന്ന കാര്യങ്ങളെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ചുരങ്ങളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 ചുരങ്ങളാണ് SCERT ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്രയും പോരാ, അതിന്റെ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കിഴക്കൻ മലനിരകൾ എന്ന് പറയുന്ന പോർഷനിൽ കൊണ്ടുവന്ന് നമ്മൾ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത്, ആദ്യമേ പറയട്ടെ, ഹിമവാന്റെ മടിത്തട്ടിലെ ജീവിതം എന്ന് പറയുന്നതിനകത്ത് നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളുടെ കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ ക്ലാസ്സിൽ നമ്മൾ ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള പോയിന്റ്സ് ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ ഹിമാലയൻ നദികളെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടുത്തെ ഒരു മാപ്പ് സഹിതം നമ്മൾ പഠിക്കുന്നുണ്ട്. ഹിമാലയൻ നദികളും അതിന്റെ പോഷക നദികളെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം ഉത്തര പർവ്വത മേഖല കഴിഞ്ഞതിന് ശേഷം സമതലങ്ങളിലേക്ക് നോർത്തേൺ പ്ലെയിൻസിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. തുടങ്ങാൻ പോകുന്നത് ഹിമവാന്റെ മടിത്തട്ടിലെ ജീവിതം. ശ്രദ്ധിച്ചോളൂ, മൃഗപരിപാലനമാണ് ജനങ്ങൾ അനുവർത്തിക്കുന്ന ഒരു ജീവിത മാർഗം. എവിടെ ഉത്തരപർവ്വത മേഖലയിലെ ഹിമവാന്റെ മടിത്തട്ടിലെ എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും? ഹിമാലയത്തിൽ അല്ലെങ്കിൽ പർവ്വത പ്രദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത മാർഗമാണ് മൃഗങ്ങളെ പരിപാലിക്കുക എന്നുള്ളത്. ഇവിടുത്തെ പുൽമേടുകളെ ആശ്രയിച്ചാണ് മൃഗപരിപാലനം നടത്തുന്നത്. കാശ്മീർ, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെമ്മരിയാടുകളെ വളർത്തുന്നുണ്ട്. എവിടെയൊക്കെയാണ്? കാശ്മീർ, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെമ്മരിയാടുകളെ വളർത്തുന്നുണ്ട്. പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ അടിഞ്ഞുകൂടിയതാണ് സിവാലിക്കിന്റെ താഴ്വര മേഖല. നമ്മൾ പറഞ്ഞു സിവാലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? തെക്കൻ പ്രദേശം. ഹിമാലയത്തിന്റെ ഏറ്റവും തെക്കേ അറ്റമാണ് എന്തെന്ന് പറയുന്നത്? സിവാലിക് എന്ന് പറയുന്നത്. എങ്ങനെയാണ് സിവാലിക്കിന്റെ താഴ്വര മേഖല രൂപം കൊണ്ടത്? അതായത് പർവ്വതനിരകളിൽ നിന്നും ഒരുപാട് നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. ആ നദികളെല്ലാം മുകളിൽ നിന്നും ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ അടിഞ്ഞുകൂടിയതാണ് സിവാലിക്കിന്റെ താഴ്വര മേഖല. ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ് എന്നിവ കൂടാതെ ആപ്പിളും ഓറഞ്ച് തുടങ്ങിയ പഴവർഗ്ഗങ്ങളും തേയിലയും എല്ലാം ഈ മേഖലയിൽ ഒരുപാട് കൃഷി ചെയ്യുന്നതായിട്ട് കാണാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ആസാം മലനിരകളിലാണ്, അല്ലെ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ആസാം മലനിരകളിലാണ്. ഏറെ പ്രകൃതി ഭംഗിയുള്ള ഉത്തരപർവ്വത മേഖല വിനോദസഞ്ചാരികളുടെ പറുദീസയാണ്. സിംല, ഡാർജിലിംഗ്, കുളു, മണാലി തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങളും എല്ലാം എവിടെയാണ്? ഉത്തരപർവ്വത മേഖലയിലാണ്. ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ. നമ്മൾ ഓൾറെഡി 7ാം ക്ലാസ്സിൽ പറഞ്ഞ പോയിന്റ്സ് ആണ്, കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഒന്ന് നോക്കാം. ഒന്നെന്താണ്? പുരാതന കാലം മുതൽ തന്നെ വടക്കു പടിഞ്ഞാറ് നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നു. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. ഈ കൂട്ടത്തിൽ തന്നെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിന്നും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാൻ ഉൾപ്പെടുന്ന വടക്കു പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യയിൽ നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിച്ചു പോരുന്നത് ഉത്തരപർവ്വത മേഖലയാണ്. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്യിക്കുന്നത് ഉത്തരപർവ്വത മേഖലയാണ്. ശൈത്യകാലത്ത് വടക്കു നിന്നും വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. ശൈത്യകാലത്ത് വടക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ, അതായത് നേപ്പാൾ റീജിയനിൽ നിന്നും വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിനും കാരണമായി. അതുപോലെ ഒരുപാട് നദികളുടെ ഉത്ഭവ പ്രദേശവുമാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. അപ്പൊ ഈ പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞുകൊണ്ട് അതും ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് വേണം നോട്ട് പ്രിപ്പയർ ചെയ്യാൻ. എല്ലാം എഴുതി വെക്കേണ്ട കാര്യമില്ല. ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ കൊടുമുടികളും ഹിമാനികളും ശുദ്ധജലത്തിന്റെ വൻ ശേഖരങ്ങളാണ്. ഈ മഞ്ഞുപാളികൾ ഉരുകി രൂപം കൊള്ളുന്ന നീർച്ചാലുകൾ ചേർന്ന് അനേകം മഹാനദികൾ ജന്മമെടുക്കുന്നു. ഇവ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. അപ്പൊ ഹിമാലയൻ നദികൾ എങ്ങനെ ഉണ്ടാവുന്നത്? ഹിമാലയത്തിലെ മഞ്ഞു മൂടിയ കൊടുമുടികളും ഹിമാനികളും ശുദ്ധജലത്തിന്റെ വൻ ശേഖരങ്ങളാണ്. നമ്മൾ പറയാറുണ്ട് മഴയെ ഡിപ്പെൻഡ് ചെയ്യുന്ന നദികളുണ്ട്, അതല്ല മഴയെ ഡിപ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട്. മഴയെ ഡിപ്പെൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തില്ലെങ്കിൽ ആ നദികൾ വറ്റിപ്പോകും. എന്നാൽ ഹിമാലയൻ നദികളിൽ എന്താണ്?
മഞ്ഞിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് അല്ലെ. എപ്പോഴും മഞ്ഞ് മൂടിക്കിടക്കുന്ന കൊടുമുടികളായതുകൊണ്ട് ഇവ ഒരിക്കലും നിൽക്കുന്നില്ല. ഈ മഞ്ഞ് പാളികൾ ഉരുകിയാണ് ഇതിന് നീർച്ചാലുകൾ ഉണ്ടാകുന്നത്. അങ്ങനെ മഹാനദികൾ ജന്മം എടുക്കുന്നു. അവയെയാണ് നമ്മൾ ഹിമാലയൻ നദികൾ എന്ന് വിളിക്കുന്നത്. താഴ്വാരങ്ങളിലെ ധാരാളമായ മഴയും ഈ നദികളെ പുഷ്ടിപ്പെടുത്താറുണ്ട്. ഈ താഴ്വാരങ്ങളിൽ ഒരുപാട് മഴയുണ്ടാവാറുണ്ട്, കൂട്ടത്തിൽ മഞ്ഞുരുകിയിട്ടും നദികൾ ഉണ്ടാവാറുണ്ട്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ? 3 ആൾക്കാരാണ്. ഒന്ന് സിന്ധു, 2 ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയാണ് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന 2 കാര്യങ്ങൾ കണ്ടോ. ടിബറ്റിലെ ബ്രഹ്മപുത്രയെ ഞങ്ങൾ സാങ്പോ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേരാണ് സാങ്പോ. അതുപോലെ ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ എന്തെന്ന് അറിയപ്പെടും? ജമുന എന്നറിയപ്പെടും. ഇത് രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ടിബറ്റിൽ ബ്രഹ്മപുത്രയുടെ പേര് സാങ്പോ എന്നും ബബ്രഹ്മപുത്ര എവിടെ ബംഗ്ലാദേശിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പേര് ജമുന എന്നുമായിട്ട് മാറുന്നു. ആ 2 പേരുകൾ പഠിച്ചു വെച്ചോണം. ടിബറ്റിലെ ബ്രഹ്മപുത്ര സാങ്പോ എന്നും, സാങ്പോ പി സ്റ്റാർട്ട് ചെയ്യുകയാണ്, പി എഴുതിയിട്ടാണ് സാങ്പോ എന്ന് എഴുതുന്നത്. അതുപോലെ ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ജമുന എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ മറ്റൊരു കാര്യം കാണിച്ചിരിക്കുന്നുണ്ടോ? ഗംഗയുടെ ഉത്ഭവസ്ഥാനമായ ഗോമുഖ ഗുഹ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗംഗ ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? ഗോമുഖ ഗുഹയിലാണ്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെ മാനസ സരോവർ തടാകം, ടിബറ്റിലെ മാനസ സരോവർ തടാകമാണ് ഈ കാണിച്ചിരിക്കുന്ന ചിത്രം. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരപർവ്വത മേഖലയിലെ പ്രധാനപ്പെട്ട ജനജീവിതത്തിന്റെ ഒരു ജീവിത മാർഗം എന്ന് പറയുന്നത് മൃഗപരിപാലനമാണ്. അതുപോലെ ബാർലി, കുങ്കുമപ്പൂവ്, ആപ്പിൾ, ഓറഞ്ച് ഒക്കെ ഒരുപാട് ഉൽപ്പാദിപ്പിക്കാറുണ്ട് ഇവിടെ. അതുപോലെ സിവാലിക്, സിവാലിക്കിന്റെ താഴ്വരകൾ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? പർവ്വതങ്ങളിൽ നിന്നും നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ മണ്ണ് ഒരുപാട് അടിഞ്ഞുകൂടിയാണ് അവിടെ ഉള്ളത്. ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ സിംല, ഡാർജിലിംഗ്, കുളു, മണാലി എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഉത്തരപർവ്വത മേഖലയിലാണ്. ഉത്തരപർവ്വത മേഖലയുടെ പ്രധാനപ്പെട്ട പ്രാധാന്യം എന്ന് പറയുന്നത് മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നു. പുരാതനമായി തന്നെ വടക്കു പടിഞ്ഞാറിൽ നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു. സസ്യജന്തുജാലങ്ങൾ ഒരുപാടുണ്ട്. അതുപോലെ വടക്ക് നിന്ന് വീശുന്ന ശീതക്കാറ്റിനെ തടഞ്ഞു നിർത്തുകയും അങ്ങനെ വടക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ തടഞ്ഞു നിർത്തുന്നതും കൂട്ടത്തിൽ നദികളുടെ പ്രധാനപ്പെട്ട ഉത്ഭവ പ്രദേശവും ഉത്തരപർവ്വത മേഖലയാണെന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഇന്ത്യൻ നദികൾ. ഇന്ത്യൻ നദികളുടെ കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ തന്നെ പറഞ്ഞു. ഹിമാലയൻ നദികളെ പ്രധാനമായിട്ടും 3ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയാണ്. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയുന്ന പേര് ജമുന എന്നും ടിബറ്റിൽ ബ്രഹ്മപുത്രയെ സാങ്പോ എന്നുമാണ് വിളിക്കുന്നത്. ഇത്രയും പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവിടെ ഇന്ത്യൻ നദികളാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ നദികളുടെ ഒരു മാപ്പാണ്. നിങ്ങൾക്ക് പറ്റിയാൽ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇവിടെ കണ്ടോ, അഫ്ഗാനിസ്ഥാൻ ഇവിടെയാണ്, പാകിസ്ഥാൻ ഇവിടെയാണ്. കണ്ടോ വൂളാർ തടാകം, ഇവിടെ വൂളാർ തടാകം സിന്ധു നദിയുടെ പോഷക നദികളായ ചിനാബ്, ചലം, രവി, ബിയാസ്, സത്ലജ് ഒക്കെ ഈ ഒരു പോർഷനിൽ കൂടെ ഒഴുകുന്നതായിട്ട് കാണാം. ഇവിടെയാണ് മാനസ സരോവർ, ടിബറ്റാണിത്, ടിബറ്റിലാണ് മാനസ സരോവർ. നേപ്പാള്, ഇവിടെ ചൈനയുടെ ബോർഡർ ആണ്. കണ്ടോ ഇവിടെ എല്ലാം നേപ്പാളാണ്, ഇത് ഭൂട്ടാൻ. അതുപോലെ ഇപ്പൊ പറഞ്ഞ സാങ്പോ എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയുടെ സാങ്പോ, എവിടുത്തെ പേര്? ടിബറ്റിലൂടെ ബ്രഹ്മപുത്ര കണ്ടോ ഇവിടെ ഉത്ഭവിച്ചതിന് ശേഷം ടിബറ്റിലൂടെ ഒഴുകുമ്പം ഇതിന്റെ പേര് സാങ്പോ എന്നാണ്. സാങ്പോ ഇങ്ങനെ ഒഴുകി 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 നമ്മുടെ അരുണാചൽ പ്രദേശ് വഴിയാണ് ഇന്ത്യയിലേക്ക് കടക്കുന്നത്. അപ്പോൾ മാത്രമാണ് അതിന്റെ പേര് എന്തായിട്ട് മാറുന്നത്? ബ്രഹ്മപുത്ര എന്നായിട്ട് മാറുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനിപ്പോൾ ഇവിടെ അതിനെ പറ്റിയിട്ട് പറയുന്നില്ല. നദികൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് മാപ്പ് വെച്ച് പഠിക്കാം. ആ സമയത്ത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ ഹിമാലയൻ നദികളെ പറ്റിയിട്ട് നോക്കാം. ഹിമാലയൻ നദികൾ 3 ഉണ്ട്. 1 സിന്ധു, 2 ഗംഗ, 3 ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞു. ഇനി ഓരോന്നിൻ്റെയും ഉത്ഭവസ്ഥാനം, നീളം, അതിൻ്റെ പോഷക നദികൾ, ഒഴുകുന്ന സംസ്ഥാനങ്ങൾ, എത്തിച്ചേരുന്ന സമുദ്രം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നും നോട്ട് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ആള് സിന്ധുവിനെ നോക്കാം. ഒന്നാമത്തെ ആള് സിന്ധു. സിന്ധുവിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ടിബറ്റിലെ മാനസ സരോവർ തടാകം. പഠിച്ചു വെക്കുക. സിന്ധു ഉത്ഭവിക്കുന്നത് എവിടെയാണ്? ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിലാണ് ഉത്ഭവിക്കുന്നത്. അപ്പൊ ഇന്ത്യയിലല്ല സിന്ധു നദി ഉത്ഭവിക്കുന്നത് എന്ന് പഠിച്ചല്ലോ. ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിലാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. നീളം നോക്കുക, ഏകദേശം 2880 കിലോമീറ്റർ ആണ് എന്തിന്റെ നീളം? സിന്ധുവിന്റെ നീളമെങ്കിലും എന്ത് പറയണം? ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം വെറും 709 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ.
അപ്പൊ സിന്ധു നദി ഇന്ത്യയിൽ ഒഴുകുന്ന നീളം 709 കിലോമീറ്റർ, ടോട്ടൽ ഇതിന്റെ നീളം 2880 കിലോമീറ്റർ ആണ്. അപ്പൊ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി സിന്ധു ആണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് എന്താണ്? ഗംഗയാണ്. അതിന്റെ കാരണം എന്താണ്? ഇന്ത്യയിലൂടെ 709 കിലോമീറ്റർ മാത്രമേ സിന്ധു നദി ഒഴുകുന്നുള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം മാത്രം ആൻസർ എഴുതുക. ഇപ്പൊ പുതിയതായിട്ട് വന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡൗട്ട് വരാം. സിന്ധു നദിയാണ് ഏറ്റവും നീളം കൂടിയ നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ. എന്നാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗാ നദിയാണ്. കാരണം ഗംഗ കംപ്ലീറ്റ്ലി ഒഴുകുന്നത് ഇന്ത്യയിലൂടെയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഏകദേശം 2880 കിലോമീറ്റർ ആണ് ഈ നദിയുടെ നീളം. എന്നാൽ 709 കിലോമീറ്റർ മാത്രമേ ഇത് ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ. നെക്സ്റ്റ് നോക്കുക, പോഷക നദികൾ. ഒരു പോഷക നദി മാത്രമേ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളൂ. ബാക്കി എത്ര പോഷക നദികളൂടെ ഉണ്ട്? 4 പോഷക നദികൾ. ടോട്ടൽ 5 പോഷക നദികളാണ് സിന്ധുവിനുള്ളത്. ഝലം, ചിനാബ്, രവി, ബിയസ്, സത്ലജ്. അപ്പൊ അതിന്റെ പേര് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് നോട്ട് ചെയ്യുന്നില്ല. ഒന്നുകൂടെ, ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നുള്ളതാണ് പോഷക നദികൾ എന്ന് പറയുന്നത്. ഇനി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒഴുകുന്ന സംസ്ഥാനം, ഒന്നാമത്തെ സംസ്ഥാനം ജമ്മു കാശ്മീരിലാണ്. ഒന്നാമത്തെ സംസ്ഥാനം ഏതാണ്? ജമ്മു കാശ്മീരിലൂടെ സിന്ധു നദി ഒഴുകുന്നുണ്ട്. രണ്ടാമത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശിലൂടെ ഒഴുകുന്നുണ്ട്. ഹിമാചൽ പ്രദേശിൽ കൂടെ സിന്ധു നദി ഒഴുകുന്നുണ്ട്. മൂന്നാമത് ഒരു സംസ്ഥാനത്തിൽ കൂടെ ഒഴുകുന്നുണ്ട്, പഞ്ചാബിൽ കൂടെ ഒഴുകുന്നുണ്ട്. പഞ്ചാബിലൂടെ എന്തൊഴുകുന്നുണ്ട്? സിന്ധു നദി ഒഴുകുന്നുണ്ട്. അപ്പൊ അത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, നിങ്ങൾ എക്സ്ട്രാ നോട്ട് ചെയ്ത് പഠിക്കാം. 3 സംസ്ഥാനങ്ങളിലൂടെയാണ് സിന്ധു നദി ഒഴുകുന്നത്: ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്. മനസ്സിലായല്ലോ. ഇനി ഇത് എവിടെയാണ് എത്തിച്ചേരുന്നത്? അവസാനം ഇത് എത്തിച്ചേരുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ടിബറ്റിൽ ഉത്ഭവിക്കുന്ന സിന്ധു നദി ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ കൂടെ ഒഴുകി പടിഞ്ഞാട്ടൊഴുകി എവിടെ ചെന്ന് ചേരുന്നു? അറബിക്കടലിലാണ് ചെന്ന് ചേരുന്നത്. അപ്പൊ ഡൗട്ട് ഒന്നുമില്ലല്ലോ. 3 സംസ്ഥാനങ്ങളുടെ പേര് ഏതൊക്കെയാണ്? പോഷക നദികൾ, ടോട്ടൽ ലെങ്ത് എത്രയാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത്, എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. പ്രിലിംസിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി രണ്ടാമത്തെ ആളാണ് ഗംഗാ നദി. അത് ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹയിലാണ് എന്തുത്ഭവിക്കുന്നത്? ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹയിലാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ഇതിന്റെ നീളം എന്ന് പറയുന്നത് 2500 കിലോമീറ്റർ ആണ്. 2500 കിലോമീറ്റർ ആണ് ഗംഗാ നദിയുടെ നീളം. അതുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് ഗംഗാ നദിയാണ്. സംശയമൊന്നുമില്ലല്ലോ. ഇനി നോക്കാം, ഗംഗാ നദി ഏകദേശം 2500 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. ഇനി പോഷക നദികൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇവിടെ ഒരു പോഷക നദിയുടെ പേര് കൊടുത്തിട്ടുണ്ട്. യമുന ഒരു പോഷക നദിയാണ് ഗംഗയുടെ. ബാക്കി പൂരിപ്പിക്കാനാണ് കുട്ടികളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. ഒന്നാമത്തെ മറ്റു പോഷക നദിയാണ് സോൺ. എന്താണ്? സോൺ എന്ന് പറയുന്നത് ഗംഗാ നദിയുടെ പ്രധാനപ്പെട്ട മറ്റൊരു പോഷക നദിയാണ്. കോസി എന്ന് പറയുന്നത് ഗംഗാ നദിയുടെ മറ്റൊരു പോഷക നദിയാണ്. കോസി എന്ന് പറയുന്നത് മറ്റൊരു പോഷക നദിയാണ്. യമുന, സോണ്, കോസി. അതുപോലെ ഘാഗര എന്ന് പറയുന്നത് ഗംഗാ നദിയുടെ മറ്റൊരു പോഷക നദിയാണ്. എന്താണ്? ഘാഗര എന്ന് പറയുന്നത് ഗംഗാ നദിയുടെ മറ്റൊരു പോഷക നദിയാണ്. വേറൊരെണ്ണമാണ് ഖണ്ഡക്. എന്താണ്? ഖണ്ഡക് എന്നറിയപ്പം. അപ്പൊ യമുന, സോണ്, കോസി, ഘാഗര, ഖണ്ഡക്. അപ്പൊ അറിയാൻ വേദരാണെങ്കിൽ അത് നോട്ട് ചെയ്തങ്ങ് പോവുക. യമുന, സോണ്, കോസി, ഘാഗ്ര, ഖണ്ഡക് എന്നിവ പ്രധാനപ്പെട്ട ഗംഗാ നദിയുടെ പോഷക നദികളാണ്. ഇനി ഗംഗാ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഒന്നാമത്തെ സംസ്ഥാനം, ഉത്ഭവിക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിലാണ് ഒന്നാമത്തെ സംസ്ഥാനം. 2 ഉത്തർപ്രദേശിലൂടെ ഒഴുകുന്നുണ്ട്. 3 ബീഹാറിലൂടെ ഒഴുകുന്നുണ്ട്. 4 വെസ്റ്റ് ബംഗാളിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പോയി പതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം, സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാളിൽ നിന്ന് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒന്നുകൂടെ, ഗംഗാ നദി ഉത്ഭവിക്കുന്ന ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹ. ഏകദേശം 2500 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. ഇതിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? യമുന, സോണ്, കോസി, അതുപോലെ ഘാഗ്ര, ഖണ്ഡക്. ഇനി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ. പതിക്കുന്ന അല്ലെങ്കിൽ എത്തിച്ചേരുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. കിഴക്കോട്ട് ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പോയി പതിക്കുന്ന നദിയാണ് ഗംഗാ നദി. സംശയമൊന്നുമില്ലല്ലോ. ലാസ്റ്റ് ആളാണ് ബ്രഹ്മപുത്ര. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു എവിടെയാണ്? ടിബറ്റിലാണ് ഉത്ഭവിക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ. ടിബറ്റിലെ ആണ് ഉത്ഭവിക്കുന്നത്. ഇനി എന്താ നോക്കിയേ, ടിബറ്റിലെ
ചെമയൂങ്തുങ് ഹിമാനിയിലാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ടിബറ്റിലെ ചെമയൂങ്തുങ് ഹിമാനിയിലാണ് ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥാനം. ഏകദേശം 2900 കിലോമീറ്ററോളം ഇതിന് നീളമുണ്ടെങ്കിൽ പോലും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ആകെ നീളം 725 കിലോമീറ്റർ മാത്രമാണ്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട പോഷക നദികളെ എപ്പോഴും ചോദിക്കാറുണ്ട്. ഒന്ന് തീസ്ത എന്ന് പറഞ്ഞിരിക്കുന്നു, തീസ്ത. അതുപോലെ മനാസ് എന്നറിയപ്പെടുന്നത് ഇതിന്റെ പോഷക നദിയാണ്. ഇതാണ് മനാസ് എന്നറിയപ്പെടുന്ന മറ്റൊരു പോഷക നദി. ലോഹിത് എന്നറിയപ്പെടുന്നത് മറ്റൊരു പോഷക നദിയാണ്. സുബൻസിരി, ലൂഹിത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ലോഹിത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും തെറ്റിക്കരുത്. ലോഹിത്തും ലൂഹിത്തും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാം. അപ്പൊ ലൂഹിത്ത് തെറ്റിക്കരുത്. ഒന്നെന്താണ് തീസ്ത നദി, മനാസ്, ലോഹിത്ത് അല്ലെങ്കിൽ ലൂഹിത്ത് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ മറ്റൊരു പേര് സുബൻസിരി എന്ന് പറയുന്നതും എന്തിന്റെ പോഷക നദികളാണ്? ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ്. ഒന്നുകൂടെ തീസ്ത, മനാസ്, ലോഹിത്ത്, അതുപോലെ സുബൻസിരി എന്ന് പറയുന്നതും ബ്രഹ്മപുത്രയുടെ പോഷക നദികളായിട്ട് വരാം. ഇനി ഒഴുകുന്ന ആ ഒരു സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് ചോദിക്കുവാണെങ്കിൽ എവിടെ കൂടെയൊക്കെയാണ് ഒഴുകുന്നത്? ഇന്ത്യയിലേക്ക് കടക്കുന്നത് നമ്മൾ പറഞ്ഞു ആന്ധ്രാപ്രദേശിൽ കൂടെയാണ്. അപ്പൊ ആന്ധ്രാപ്രദേശാണ് ഒന്നാമത്തെ സംസ്ഥാനം. നോട്ട് ചെയ്തോളാം, പുസ്തകത്തിൽ ഇല്ലാത്തത് കൊണ്ട് പഠിച്ചു പോവുക. ആന്ധ്രാപ്രദേശാണ് ഒന്നാമത്തെ സംസ്ഥാനം. രണ്ടാമത്തെ സംസ്ഥാനം ആസാമിലൂടെ ഒഴുകുന്നുണ്ട്. ആസാമിലൂടെ ഒഴുകുന്നു. ആസാമാണ് രണ്ടാമത്തെ സംസ്ഥാനം. മൂന്നാമത്തെ സംസ്ഥാനം സിക്കിമിലൂടെ ഒഴുകുന്നുണ്ട്. ആര്? ബ്രഹ്മപുത്ര. ശേഷം പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ പോയിട്ടാണ് ബ്രഹ്മപുത്ര നദിയും പതിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് സംശയമൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് പറയാൻ പോകുന്നത്, അപ്പം നദികൾ നമ്മൾ ഓടിച്ചിട്ടൊന്ന് പറഞ്ഞത്. അപ്പം നെക്സ്റ്റ് പറയാൻ പോകുന്നത് സമതലങ്ങളിലൂടെ. അപ്പം നോർത്തേൺ പ്ലെയിൻസിലേക്ക് വരികയാണ്. അതൊന്ന് നോക്കാം. ഇവിടെ പടം കൊടുത്തിട്ടുണ്ട്, കണ്ടോ? അപ്പം ഇതാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. ഇത്രയുമാണ്. അതിന്റെ തൊട്ടു താഴെ കാണപ്പെടുന്ന സമതല പ്രദേശത്തെയാണ് നമ്മൾ ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഉത്തര മഹാസമതലം എന്ന് പറയുന്നത് കണ്ടോ? ഈ ഒരു പ്രദേശമാണ് ഇന്ത്യയുടെ ഉത്തര മഹാസമതലം. അപ്പൊ നോക്കുക, ശിലാമണ്ഡല ഫലകങ്ങൾ. ഒന്നുകൂടെ ഇവിടെ മണ്ടയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. 7 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, അത് പഠിച്ചു വയ്ക്കുക. 7 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന അതിവിശാലവും ബലഭൂയിഷ്ഠവുമായ ഭൂവിഭാഗമാണ് ഉത്തര മഹാസമതലം അഥവാ നോർത്തേൺ പ്ലെയിൻസ്. 7 ഉത്തരേന്ത്യൻ പഠിച്ചു വെച്ചേക്കുക. 7 നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു. കണ്ടോ? 7 നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന അതിവിശാലമായ ഫലഭൂയിഷ്ഠമായ ഭൂവിഭാഗത്തെയാണ് നമ്മൾ ഉത്തര മഹാസമതലം എന്ന് വിളിക്കുന്നത്. നോക്കുക, ശിലാമണ്ഡല ഫലകങ്ങൾ തമ്മിൽ സംയോജിച്ച് ഭൗമപാളി മടങ്ങി ഉയർന്നതാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആണല്ലോ. ഹിമാലയത്തിന്റെ രൂപീകരണ വേളയിൽ തെക്ക് പർവ്വതനിരകൾക്ക് സമാന്തരമായി 2000 മീറ്ററിലധികം താഴ്ചയുള്ള അഗാധ ഗർത്തം സൃഷ്ടിക്കപ്പെട്ടു. അപ്പം എന്തുകൊണ്ടാണെന്ന് പഠിച്ചു. ശിലാമണ്ഡല ഫലകങ്ങൾ തമ്മിൽ സംയോജിച്ച് ഭൗമപാളി മടങ്ങി ഉയർന്നതാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടതെന്ന് പഠിച്ചു. അപ്പൊ ഈ ഹിമാലയത്തിന്റെ രൂപീകരണ വേളയിൽ തെക്ക് പർവ്വതനിരകൾക്ക് സമാന്തരമായി 2000 മീറ്ററിൽ അധികം താഴ്ചയുള്ള ഒരു അഗാധ ഗർത്തം സൃഷ്ടിക്കപ്പെട്ടു. ഹിമാലയത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന നദികളുടെ അനേകായിരം വർഷങ്ങളായി തുടർന്നു വരുന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായി അതിവിശാലമായ സമതലം ഇവിടെ രൂപം. അപ്പൊ ഒരു താഴ്ച ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് തൊട്ട് താഴെ ഒരു ഗത്തം പോലെ, ഒരു കുഴി പോലെ ഉണ്ടായി. കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഹിമാലയത്തിലെ നദികൾ കൊണ്ടുവരുന്ന എക്കൽ മണ്ണും കല്ലും കട്ടയും എല്ലാം കൂടെ ചേർന്ന് അതെന്തായി മാറി? കുഴി അങ്ങ് മൂടിയതിനു ശേഷം അവിടെ ഒരു സമതലം രൂപപ്പെട്ടു. അങ്ങനെ ഏതാണ്ട് 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലും കിലോമീറ്ററുകളോളം കനത്തിലും അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടായ ഈ സമതലം ലോകത്തിലെ തന്നെ വിസ്തൃതമായ എക്കൽ സമതലങ്ങളിൽ ഒന്നാണ്. അപ്പൊ എക്കൽ മണ്ണിന്റെ നിക്ഷേപങ്ങൾ ഏകദേശം 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയോളം ഇങ്ങനെ സമതല പ്രദേശം രൂപം കൊണ്ടു. അത് എക്കൽ സമതലങ്ങളിൽ ഒന്നാണ്. എവിടുത്തെ? ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതമായ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നും ഇത് പൊതുവെ അറിയപ്പെടുന്നു. അപ്പൊ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം കണ്ടോ? ഈ ഒരു ഏരിയയിൽ കൂടി ഒഴുകുന്ന നദികളെ, ഈ ഒരു ഏരിയയിൽ കൂടി ഒഴുകുന്നത് ഗംഗാ നദിയും അതിന്റെ പോഷക നദികളുമാണ്. കണ്ടോ? സോണ്, ഗംഗ, ഗാഗ്ര ഒക്കെ ഒഴുകുന്നത്, യമുനയൊക്കെ ഒഴുകുന്ന ഇതുവഴിയാണ്. ഇവിടെ ബ്രഹ്മപുത്ര നദി കണ്ടോ? ബ്രഹ്മപുത്ര നദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിൽ കൂടെ ഒഴുകുന്നുണ്ട്. അപ്പം ഗംഗാ ബ്രഹ്മപുത്ര സമതലം എന്നും അതുകൊണ്ട് പേര് വന്നു. സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര സമതലം എന്ന് ഇതിന് പേര് വരുന്നു. കാരണം അറിയാമല്ലോ, അതായത് ഗംഗാ ബ്രഹ്മപുത്ര സിന്ധു നദികൾ ഈ ഒരു ഏരിയയിൽ കൂടെയാണ് ഒഴുകുന്നത്. സോ ആ ഒരു ഏരിയയെ നമ്മൾ എന്തെന്ന് വിളിച്ചു? സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര സമതലം. ഇതിന്റെ ഒരു ശക്തിയോട് കൂടിയിട്ടാണ് മാക്സിമം ഇവിടെ എക്കൽ മണ്ണ് നിക്ഷേപിക്കപ്പെട്ടത്, അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടത്.
അതുകൊണ്ട് അങ്ങനെ ഫോം ചെയ്തതുകൊണ്ടാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന് ഇതറിയപ്പെടുന്നത്. വളരെയധികം ഫലഭൂഷ്ടിയുള്ള എക്കൽ മണ്ണ് ഈ സമതലത്തിന്റെ സവിശേഷതയാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഇവിടെ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണെന്ന് പഠിച്ചു വെച്ചേക്കുക. എക്കൽ മണ്ണാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇനി നോക്കി, നദികൾ മെനഞ്ഞ സമതലങ്ങൾ. ഇവിടെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന്, ഏതേതു നദികളുടെ നിക്ഷേപണത്തിന്റെ ഫലമായി രൂപം കൊള്ളിട്ടുള്ള എന്തോ പറയാൻ പോകുന്നത് നദികൾ മെനഞ്ഞ സമതലങ്ങൾ എന്ന് പറയുന്നത് ഒരു പോർഷനാണ്. അതായത് ഏതേതു നദികളുടെ നിക്ഷേപണത്തിന്റെ ഫലമായിട്ടാണ് ഓരോ സമതലവും രൂപം കൊണ്ടിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. എന്തുകൊണ്ട്? സിന്ധു നദിയും ബ്രഹ്മപുത്ര നദിയും ഗംഗാ നദിയും എല്ലാം കൂടെ ഒഴുക്കിക്കൊണ്ട് വന്ന ഫലമായിട്ടാണ് നിക്ഷേപണത്തിന്റെ ഫലമായിട്ട് രൂപം കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ സമതലങ്ങളുണ്ട് ഇന്ത്യയിൽ. ആ സമതലങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, പഞ്ചാബ് ഹരിയാന സമതലം. പഞ്ചാബ് ഹരിയാന സമതലം അത് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു സിന്ധു നദിയും അല്ലെങ്കിൽ അതിന്റെ പോഷക നദികളുമാണ് പഞ്ചാബ് ഭാഗത്തേക്ക് ഒഴുകുന്നത്, അല്ലെ? അപ്പൊ പഞ്ചാബ് ഭാഗത്തിലൂടെ പ്രധാനമായിട്ടും ഒഴുകുന്നത് സിന്ധു നദിയും അതിന്റെ പോഷക നദികളും ആയതുകൊണ്ട് പഞ്ചാബ് ഹരിയാന സമതലം ഫോം ചെയ്തിരിക്കുന്ന ആര് കാരണമാണ്? സിന്ധുവും അതിന്റെ പോഷക നദികളും കാരണമാണ്. 2, രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലം. അത് പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ലൂണി, രാജസ്ഥാനിൽ ഒഴുകുന്ന നദിയാണ് ലൂണി, അതറിയാലോ. രാജസ്ഥാനിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി. സരസ്വതി നദി നമുക്കറിയാം, ഇപ്പം സരസ്വതി നദി താഴ്ചയിലൂടെയാണ് ഒഴുകുന്നത്, അല്ലെ? മുകളിൽ കൂടെ ഒഴുകുന്നില്ല, അടിത്തട്ടിൽ കൂടെയാണ് ഒഴുകുന്നതാണ് വിശ്വാസം. അപ്പൊ ലൂണിയും സരസ്വതി നദികളുടെ ഫലമായിട്ടുണ്ടായതാണ് രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലങ്ങൾ. ഇനി ഗംഗാ സമതലം ആരുടെ? ഗംഗാ സമതലം എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷനാണ് ഗംഗാ സമതലം. ഈ ഒരു പോർഷനാണ് ഗംഗാ സമതലം. ഉറപ്പായിട്ടും അത് ആര് കാരണമായിരിക്കും ഉണ്ടായത്? ഗംഗയും അതിന്റെ പോഷക നദികളും കാരണം ഉണ്ടായതാണ്. ലാസ്റ്റ് ആസാമിലെ ബ്രഹ്മപുത്ര സമതലം. പേര് പോലെ തന്നെ ബ്രഹ്മപുത്രയും പോഷക നദികളും ചേർന്ന് ഉണ്ടാക്കിയതാണ് ആസാമിലെ ബ്രഹ്മപുത്ര സമതലം. അപ്പൊ പ്രധാനപ്പെട്ട സമതലങ്ങൾ 4, പഞ്ചാബ് ഹരിയാന സമതലം സിന്ധു പോഷക നദികൾ കൊണ്ടുണ്ടാക്കിയതാണ്. 2, മരുസ്ഥലി ബാഗർ സമതലം രാജസ്ഥാനില്, അത് ലൂണി സരസ്വതി നദികളുടെ ഫലമായിട്ടുണ്ടായതാണ്. ഗംഗാ സമതലം ഗംഗയും പോഷക നദികളും. ആസാമിലെ ബ്രഹ്മപുത്ര സമതലം ബ്രഹ്മപുത്രയും പോഷക നദികളും കാരണം ഉണ്ടായതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഓർത്ത് പെട്ടെന്ന് പറയാം. ആദ്യം നമ്മൾ പറഞ്ഞത് ഉത്തരപർവ്വത മേഖലയെ പറ്റിയിട്ടായിരുന്നു. അതിനുശേഷം പ്രധാനപ്പെട്ട ഇന്ത്യൻ നദികൾ, അതിനകത്ത് ഹിമാലയൻ നദികളുടെ കാര്യം മാത്രം പറഞ്ഞു. ഓരോന്നും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക, ഒഴുകുന്ന സംസ്ഥാനങ്ങളും എല്ലാം പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നമ്മൾ സമതലങ്ങളുടെ കാര്യവും പറഞ്ഞു. ഇതിപ്പം എളുപ്പം പറഞ്ഞു പോകായിരുന്നു, കുറച്ചേറെ സമയം എടുത്ത് പറഞ്ഞത് ഇന്ന് തന്നെ പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ വായിച്ചു വിടാനാണെന്നുണ്ടെങ്കിൽ എളുപ്പമല്ലേ. അപ്പം ഇന്ന് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്, അതുകൊണ്ടാണ് ചാപ്റ്റർ തീരാത്തത്. നെക്സ്റ്റ് ക്ലാസ്സിലേ ഞാൻ ബാക്കി എടുക്കുന്നുള്ളൂ. എല്ലാം വിശദമായിട്ട് പറഞ്ഞു പോകുന്നതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് ചാപ്റ്റർ തീർക്കാൻ പറ്റാത്തത്. പഠിക്കുന്ന കാര്യങ്ങൾ അന്നു തന്നെ പഠിച്ചു പോവുക. അതിന് വേണ്ടിയിട്ടാണ് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.